സാർ, ഒരു എമർജൻസി കേസ് ഉണ്ട്. കുളിപ്പാണ്ടേ സമയമായി വാ. വേണ്ട വാ 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 എണീക്ക്. വേണ്ട വാ വാ എണീക്ക്. നോക്കൂ വാ എണീക്ക് വാ. നല്ല പണില്ലേ വാ. കാർമേഘം മറഞ്ഞോ നിലാവും തെളിഞ്ഞോ ഏതേതു നേരമിഞ്ഞിലായി ഈ വാനിൽ ഉയരും നിറങ്ങൾ പലതും ഏതേതു കാറ്റിനൊപ്പമായി. ഹലോ ഹലോ. റെഡി എനിക്ക് ലീറ്റേ പേടി. ഫോൺ എവിടെയെങ്കിലും ഒന്ന് ഒരിടത്ത് വെച്ചിട്ട് സംസാരിക്കാവോ? എന്തുവാ സാർ, തിരക്കാന്നോ? എനിക്ക് ലേറ്റായി പേടി. എടി ഒരു മിനിറ്റ്, എനിക്കൊരു കോൾ വരുന്നു. സെക്കൻഡേ. കോളോ? ഇപ്പോഴല്ലേ ഒന്ന് വന്നത്. വിളിക്കാം ഹോസ്പിറ്റലിൽ നിന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? ശ്വാസം മുട്ടലുണ്ടോ? ഹൈഡ്രോഫോബിയ, വെള്ളം കുടിക്കാൻ പറ്റാത്ത പോലെ എന്തെങ്കിലും പ്രശ്നം? ശ്വാസത്തിൽ എന്തെങ്കിലും ഇതുണ്ടോ? എയറോഫോബിയ എന്തെങ്കിലും? റാബീസ് കേസ് കൺഫേം. സാർ ഞാൻ വേണ്ട വിളിച്ചു. ഓക്കെ സാർ. എന്തെങ്കിലും ചേച്ചി? ചേച്ചി കുഴപ്പമില്ല. ഇങ്ങനെ മുകളിൽ ഓപ്പറേഷൻ എപ്പോഴാണ്? 2 മാസത്തിനുള്ളിൽ നടക്കും. ശരിയാ. എവിടെയായിരുന്നു? ഒരു പേഷ്യൻ്റ് നോക്കുവായിരുന്നു. പിന്നെ ഇന്നൊരു എമർജൻസി വാർഡിൽ പുതിയ പേഷ്യൻ്റ് വന്നായിരുന്നു, കണ്ടായിരുന്നോ? ഇന്നലെ അല്ലേ? എടാ ഇതിപ്പോൾ ഇതും കൂടി ചേർത്ത് 3ാമത്തെ കേസാണ് റിപ്പോർട്ട് ചെയ്യണ്ടേ? 3ാമത്തെയോ? 5ആയി. ബാക്കിയൊക്കെ വിട്ടാക്കും. എടാ ഈ കേസ് എനിക്ക് തോന്നി ഈ മാസത്തിൽ തന്നെ മൊത്തം 5 കേസല്ലേ? 5 or 6? അപ്പം 5. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് ശരിയാവില്ല. കാരണം ആരോട് റിപ്പോർട്ട് ചെയ്യാൻ? എടാ ഹെൽത്തിൽ പോയി നമുക്ക് പറയാം. അവരൊന്നും മൈൻഡൊന്നും ചെയ്തില്ല. അത് ഞാൻ തരുന്ന ഹാഫ് ഡേ കേട്ടോ. ഇല്ല ഇതുവരെ ശരിയായിട്ടില്ല. ഡോക്ടർ ഇന്നലെ അഡ്മിറ്റ് ചെയ്ത റാബീസ് പേഷ്യൻ്റ് വിളിച്ചു. Akus, how's the day today? Speak in English.
Okay. What did you learn today? ABCD. ABCD. Uh-huh. എന്നോട് സിന്റെ കിട്ടാ ഉണ്ടാ തരാം. നാളെന്താ പരിപാടി? നാളെ താത്ത പോണ്ടേ? എവിടെ? നാളെ താത്ത ലാറ്റിയോ? എന്തിനായിട്ട് വന്നത്? നാളെ നെസ്റ്റിന് വേണ്ടിയിട്ട്. രസത്തിന് വേണ്ടിട്ടോ? കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ താത്ത പോയിട്ട് പറഞ്ഞില്ലേ, എന്നിട്ട് എന്താ പോത്തെ? ഓ, ഞാൻ അങ്ങനെ പറഞ്ഞു. ആ, എന്നെ താത്ത കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അയ്യോ, ചേച്ചിനോട് പറയല്ലേ, ടാറ്റല്ലേ പോണ്ടേ? പോവാം. വേനൽ മഴ തുള്ളി നമ്മിൽ പയ്യെ പതിഞ്ഞ നേരം തോളിൽ മയങ്ങുന്ന തെന്നൽ ഉണരുമേ താരം തെളിയുന്ന കണ്ണിൽ തുമ്പിൽ വിരിഞ്ഞ വണ്ണം തമ്മിൽ പകർന്നിടുമേതോ തീരാതാ കനവാലെ അകലുന്നൊരു കിനാവുതൻ നിലാവിൽ രാവിലാരും പാടും പാട്ടും അലിയുന്നൊരു നിരാശതൻ ജനലരികിലലയുമീ കാറ്റും. കാലം കഥകൾ പറയും കനവ് പകരും മൊഴികളും കാണാ തിരുവിതിരെ കിളികൾ കനികൾ ശലഭവും തണൽ മരമായി തടിരിലണിയും കണുവായി നാം ഇളവേലകളിലയുമൊരേ ഇതളുമിലയുമിരുവരും നുരനുകരണമണരുവികളായി അരികിലണയും മധുരവും അരികിലണയും മധുരവും. എന്തായി? അന്ന് രാത്രി ഞാൻ പറഞ്ഞ പോലെ സംഭവിച്ചില്ലേ? സാർ വിളിക്കുന്നുണ്ട്. ആ, വരാം. സർ, നിൽക്കണേ. ആ ആ ഇരുന്നു. അരവിന്ദ് സിദ്ധി, ഞാൻ നിങ്ങളെ വളരെ ഒരു ഗൗരവമായ വിഷയം സംസാരിക്കാനോട് വിളിച്ചു. ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന പുതിയ റാബീസ് ബേസ്ഡ് ഇൻഫെക്ഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആക്ച്വലി ഞാൻ സാറിൻ്റെ അടുത്ത് പറയാതിരിക്കായിരുന്നു. ഓൾറെഡി ഇന്റർവ്യൂലൂടെ 5ഓളം കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 7ഓളം കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 7 കേസസ്. സോ പബ്ലിക്കൊക്കെ ഭയങ്കര പാനിക്കായിട്ടുള്ളത്. ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് ഇപ്പോൾ കോൾ വന്നായിരുന്നു. സോ വാട്ട് ദേ സേയിങ് ഇസ് വി ഹാവ് ടു സബ്മിറ്റ് ഓൾ ദി രജിസ്റ്റേർഡ് കേസസ് ഹിയർ. സോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാനൊരു ടാസ്ക് വരാൻ പോകുന്നു. ഓക്കെ, എനിക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കേസുകളും ഇൻക്ലൂഡിങ് എവറി ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് കാറ്റഗറി, ടൈപ്പ് ഓഫ് വൂൺസ്, പേഷ്യൻ്റ് ഡീറ്റെയിൽസ്, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളൊരു ഡീറ്റെയിൽ സമ്മറി ഉണ്ടാക്കണം. എന്നിട്ട് ഇതെല്ലാം വെച്ചൊരു ഡീറ്റെയിൽ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഹോപ്പ് യു ബോത്ത് ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഓക്കെ, I know you guys can do it well. Okay, all the best. Yeah.
നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ 2-3 മാസമായിട്ട് റേബീസ് ഒന്നും ബാധിച്ചവരുടെ ഡീറ്റെയിൽസും ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. നോക്കട്ടെ. എടാ ഇരി. ആളുടെ റിപ്പോർട്ട് മൊത്തത്തിൽ 7 പേരുണ്ട്. ഒരു കാര്യം, നാളത്തെ ഷിഫ്റ്റിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹാഫ് ഡേ അല്ലേ? എല്ലാവരുടെയും അഡ്രസ്സ് എല്ലാം അതിനകത്തുണ്ട്. ഓക്കെ. ഡെഡ് ലൈൻ എപ്പോഴായിരുന്നു? ഒരാഴ്ചയാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു കോപ്പി എനിക്ക് തോന്നുന്നു. നമസ്കാരം. അർജുൻ്റെ വീട്ടിലെ ആ ഞാൻ ഡോക്ടർ അരവിന്ദ്. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതാണ്. അവനെപ്പോഴാണ് മരിച്ചത്? 2 മാസമായി. 2 മാസം. എങ്ങനെയായിരുന്നു? ദേവാല ഓടിച്ചിട്ട്. ഹാപ്പീസ്. അവനേത് ഹോസ്പിറ്റലിൽ കാണിച്ചെന്ന് പറഞ്ഞേ? സോറി? തലശ്ശേരി ആശുപത്രിയിൽ. ഡോക്ടർ ഏതായിരുന്നു? രാജീവ് ഡോക്ടർ. അവൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ? ഡെത്ത് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ ബാക്കി അവൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് തരാമോ? ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ആ ഉണ്ടായിരിക്കും. ആ അമ്മേ, അണിയാനുള്ള പൂക്കൂത്തുള്ള രോഹിത്തിൻ്റെ വീട് എവിടെയെന്നറിയോ? ഭ്രാന്തുള്ള തള്ളയുടെ വീടാ? ഭ്രാന്തോ? അല്ല, ഈ പേപാത വായിച്ച രോഹിത്തിൻ്റെ വീട്. ആ മനസ്സിലായി. ഭർത്താവ് മരിച്ചതിന് ശേഷം അവരങ്ങനെയാ. അല്ല, അത് സ്ഥലം എവിടെയാ? ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞാൽ 2ാമത്തെ വീട്. ഹലോ, എല്ലാവരില്ലേ? നമസ്കാരം. നമസ്കാരം. ഞാൻ അരവിന്ദ്, രോഹിത്തിൻ്റെ വീട്ടിലെ. ഞാൻ ഡോക്ടറാണ്. ഞാനൊരു സർവേ എടുക്കാൻ വേണ്ടി വന്നത്. രോഹിത് എപ്പോഴാണ് മരിച്ചത്? മരിച്ച നിങ്ങളോട് ആര് പറഞ്ഞു?
അന്നെന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. ഡോക്ടർമാരെല്ലാം പറഞ്ഞിട്ട് മോനെ കൈ ഒഴിഞ്ഞു. എല്ലാവരും മരിച്ചു എന്നാ പറഞ്ഞ. എടാ എനിക്ക് മനസ്സിലാതെ അതല്ല, 15 ദിവസം കഴിഞ്ഞിട്ടും ഇവനെന്താ മരിക്കാത്തത്? ഇതുവരെ ഒരാൾ 15 ദിവസക്കുള്ള പോയിട്ടില്ല. അതാ എനിക്ക് മനസ്സിലാത്ത. അതെങ്ങനെ? നമ്മൾ ആ ഫുഡ് സാമ്പിൾ എടുത്തല്ലോ, കഴിച്ചു നോക്കാം. കഴിച്ചിട്ടാണെന്നാ പറയുന്നത് നോക്കാം. സംഗതിയും ഈ ഡിസോർഡർ കെയറിൽ നമ്മൾ നോക്കി കഴിഞ്ഞല്ലോ. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ആ റിപ്പോർട്ട് ഭയങ്കരമായിട്ട് കൊടുത്തത്. ഹലോ, എന്താ മാഡം പരിപാടി? ഒന്നും പറയണ്ട, കുറേ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. നാളെ ഞാൻ പറഞ്ഞില്ല നിന്നോട്. ഇന്ന് എല്ലാ സ്ഥലത്തും പോയി ഡേറ്റ കളക്ട് ചെയ്ത് മറ്റേ റാബീസ് കേസിൻ്റെ തുടങ്ങിയിട്ടേ ഉള്ളൂ. മൊത്തത്തിൽ ഇപ്പോൾ 7 കേസ് റിപ്പോർട്ട് ചെയ്ത് അവിടെ. 7 കേസായോ? ഒരാളെ കണ്ടായിരുന്നു. അവന് റാബീസ് ബാധിച്ചിട്ട് 3 മാസം കണ്ടായി. ഞങ്ങളുടെ മെഡിക്കൽ സയൻസിൽ ഈ അസുഖം വന്ന് 15 ദിവസം കൂടുതൽ ജീവിച്ചിട്ടുള്ള വേറെ ആരുമില്ല. പക്ഷേ അയാൾ 3 മാസം ജീവിച്ചു. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ തിങ്ക് സംതിങ് വിയർഡ് ഈസ് ദർ ഇൻ ദിസ് കേസ്. പിന്നെ ഈ വൈറസിന് വിചാരത്തിൽ നിസ്സാരമൊന്നുമല്ല റാബീസ്. മനസ്സത് ബാധിച്ചു കഴിഞ്ഞാൽ the death is confirmed. This is one of the most deadliest virus. എനിക്ക് പിന്നെ റാബീസിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലല്ലോ. ഓ, മാഡത്തിന് പിന്നെ എന്താ അറിയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലേ? എനിക്ക് പോവാനായി. ശരി എന്നാ. ശരി ചെല്ല്. ബൈ. ബൈ. ലവ് യു. ബൈ. ഹലോ ഗൈസ്, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും ഡെഡ്ലി മാരകമായ വൈറസിനെ കുറിച്ചാണ് റേബീസ്. എന്തുകൊണ്ടാണ് ഈ വൈറസ് ഇത്രയും ഡെഡ്ലി എന്ന് വെച്ചാൽ, ഈ വൈറസ് വന്നു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ ബ്രെയിനും നമ്മുടെ സ്പൈനൽ കോഡിലോട്ടാണ് ഇൻഫെക്റ്റ് ആവുന്നത്. ഈ വൈറസ് ഒരുപക്ഷെ നമ്മളെ പൂർണ്ണമായും ഒരു പട്ടിയായി മാറ്റും. ഇതിൽ വരുന്ന സിംറ്റംസ് ആണ് എയറോഫോബിയ ആൻഡ് ഹൈഡ്രോഫോബിയ. ഈ വൈറസ് വന്നു കഴിഞ്ഞ് വെള്ളം കുടിച്ചാൽ എക്സ്ട്രീം പെയിനാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അഥവാ തൊണ്ട പൊട്ടുന്നുള്ള വേദനയാണ് ഇവർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കാറ്റ് ഇവരുടെ ദേഹത്തടിച്ചാൽ ഇവർക്ക് എക്സ്ട്രീം അൺകംഫർട്ടബിൾനെസ് തോന്നാറുണ്ട്. കൂടെ വയലന്റ് ബിഹേവിയർ, ബ്ലഡിനുള്ള ക്രേവിങ്സ് എന്നിവയാണ് ഈ വൈറസിൻ്റെ അടുത്ത സിംറ്റംസ്. ഹലോ, വാട്ട്? ഹലോ സാർ, സാർ അയച്ച ബ്ലഡ് സാമ്പിൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിലെന്തൊക്കെയോ വേരിയേഷൻസ് കാണുന്നുണ്ട്. വാട്ട് വേരിയേഷൻ? ആ സീൻ സോറി. സാറ് പറഞ്ഞ പേഷ്യൻറ്റിന്
ഈ വൈറസ് അഡാപ്റ്റ് ചെയ്യാനൊരു പ്രത്യേക കഴിവുണ്ടെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇനി ആ വൈറസ് നിയന്ത്രിക്കുന്ന പോലെയാണ് അവൻ്റെ ശരീരം. ഈ വൈറസ് അവൻ്റെ ശരീരത്തിൽ നിന്ന് മ്യൂട്ടേറ്റ് ചെയ്തിട്ട് ഒരു എക്സ്ട്രീം ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് വിയേർഡ് കേസ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ശരീരം പൂർണ്ണമായും പട്ടിയുടേതായി മാറാൻ സാധ്യതയുണ്ട്. How is it even possible? അമ്മേ ഒന്ന് കണ്ണടച്ചേ. തുറക്കല്ലേ, ഞാൻ പറയുമ്പോൾ തുറക്കാം. ഇതാ നോക്ക്, PSC റാങ്കിൽ ഫസ്റ്റ് ലിസ്റ്റിൽ വന്നു എൻ്റെ പേര്. അടുത്ത ആഴ്ച ഇവിടെ ജോയിൻ ചെയ്യണം. ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിലച്ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളോരാ ചേലൊക്കും വെറ്റിലച്ചെല്ലത്തിലോ. ഭൂമി അപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ. തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഇവനെന്താ ഓക്സിജൻ ബേസിംഗ് കാര്യം കൊടുക്കാതിരുന്നത്? സാറ് പറഞ്ഞു കൊടുക്കണ്ടെന്ന്. ഏ സാറ്, ഈ പേഷ്യനോട് വേറെ ആരും വന്നില്ലേ? ആ വന്നായിരുന്നു. ഡ്രസ്സ് ഒന്നും എടുക്കാൻ വേണ്ടി പോയിരിക്കാം. യെസ് കം ഇൻ. സർ, ആ 304 ആ റാബീസ് പേഷ്യൻറ്റ് സാർ ബേസിക് കെയർ പോലും കൊടുത്തില്ലല്ലോ. അരവിന്ദ്, അയാൾക്ക് എന്തിനാ കെയർ കൊടുക്കേണ്ട ആവശ്യം? ഹീസ് ഗോണ ഡൈ എനിവേ. യെസ്, ഹീസ് ഗോയിങ് ഡൈ സർ. സർ, അതൊരു പേഷ്യൻ്റാണ്. അവർ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് വരുന്നത്. നമ്മളെങ്ങനെ ഇതെങ്ങനെ ശരിയാവും സർ? അരവിന്ദ്, ലുക്ക്, താനൊന്ന് കാമായ ഒന്നുകൂടെ ഇരിക്കുമോ? വാ അരവിന്ദ്, സി, ഹീസ് ഓൾറെഡി ഇൻഫെക്റ്റഡ്. അയാൾ അതിൻ്റെ സിംറ്റംസ് കാണിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. വൺസ് ഇൻഫെക്റ്റഡ് അയാളുടെ ബ്രെയിൻ പെർമനൻ്റ്ലി ഡാമേജ്ഡ് ആയിരിക്കും.
അല്ലെങ്കിൽ ഡാമേജ് ആവാൻ പോകുന്ന അവസ്ഥയിലായിരിക്കും. ദർ ഇസ് നോ കം ബാക്ക് അരവിന്ദ്. ഇതൊക്കെ അരവിന്ദിന് അറിയുന്നില്ലേ? അൾട്ടിമേറ്റ്ലി ദർ ഇസ് നോ ക്യൂർ ഫോർ ദിസ്. ഒരിക്കൽ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ദ ഡെത്ത് ഈസ് കൺഫേംഡ്. സർ, ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവൻ്റെ കേസ് ഈസ് ഡിഫറെൻറ്റ്. ആക്ച്വലി സർ, ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ ആ പേഷ്യൻ്റ് കഴിഞ്ഞ 3 മാസമായിട്ട് റാബീസ് വന്നത്. ആൻഡ് മാത്രമല്ല, ഇന്നലെ ഞാൻ ഒരു ഡൗട്ട് വന്നിട്ട് അവൻ്റെ ബ്ലഡ് സാമ്പിൾസ് ലാബിലേക്ക് അയച്ചു. അവൻ്റെ സാമ്പിൾസിൽ എന്തൊക്കെയോ വേരിയേഷൻസ് ഉണ്ട്. ആൻഡ് ദിസ് ക്യാൻ ബി ക്യൂർഡ് ബൈ സം വാക്സിൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ ബോഡി ആ വൈറസിനോട് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ചുരുതി പറഞ്ഞാൽ ആ വൈറസിന് വേണ്ട പോലെയാണ് അവൻ്റെ ബോഡി ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നത്. ഒരു പക്ഷേ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അവൻ പൂർണ്ണമായൊരു പട്ടിയായി മാറും. വാട്ട് വാക്സിൻ അരവിന്ദ്? വാട്ട് ആർ വി ടോക്കിംഗ് അബൌട്ട്? സർ, തൊടുപുഴ ലാബിലേക്ക് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചത്. അപ്പോൾ അവർ പറഞ്ഞെന്തെന്ന് വെച്ചാൽ അവൻ്റെ ബോഡിയിലെ സിറം എടുത്തിട്ട് ദി ക്യാൻ ഡു സംതിങ്. അവൻ്റെ ബോഡിയിൽ നിന്ന് സിറം എടുത്തിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻറ്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അവർ പറഞ്ഞു സർ. ആൻഡ് ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ ഫ്യൂ ഡേയ്സ്. സോ വി ക്യാൻ സീവ് ഹിം. അരവിന്ദ്, എനിക്കും ഇതിലൊന്നും വിശ്വാസമില്ല. പക്ഷേ താങ്കൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതിൽ ഞാനും എൻ്റെ കോഴ്സിലുള്ളവർക്ക് ഉത്തരവാദിയായിരിക്കില്ല. സർ, ഇതിന് ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തോളാം. ഓക്കെ, ക്യാരി ഓൺ. താങ്ക് യു സർ. അവൻ്റെ ബ്ലഡ് സാമ്പിൾസിൽ എന്തൊക്കെയോ വേരിയേഷൻസ് ഉണ്ട്. അപ്പം അവരെന്നത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പക്ഷേ നമുക്ക് അമ്മയുടെ മുന്നിൽ രക്ഷിച്ചെടുക്കാൻ പറ്റും. എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞ എൻ്റെ മോനെ. സാറ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൻ്റെ ശരീരത്തിലുള്ള കുറച്ച് സംഭവങ്ങൾ നമുക്ക് അവൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്ത് അതിനെ പറ്റിയ ആൻറ്റിബോഡീസ്, അതായത് അതിനെ പ്രതിരോധിക്കാനുള്ള സംഭവങ്ങൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉൽപ്പാദിക്കാൻ പറ്റും. ആ രീതിയിലൊരു മരുന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മനസ്സിലായോ? ഞാൻ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് അവൻ ചെയ്ത് നോക്കിയാലോ? എന്തൊക്കെ വന്നാലും എൻ്റെ മോനെ ഒന്ന് രക്ഷിച്ചാൽ മതി സാറേ. ശരി, നോക്കാം. ഓർമ്മകൾ നഖങ്ങളാൽ അകലെ കാറ്റിലെ ചെരാതുപോൽ ചിരികൾ പൊലിഞ്ഞു. കഴിഞ്ഞതെല്ലാം മറന്നു തീരാൻ വിടാതെ നിൻ മുഖം വാടിയോ. കടന്ന നാളിൽ അറിഞ്ഞ നേരിൽ കാലം ഒരേ സാക്ഷിയോ. പ്രാവുകൾ ഒരേ തണൽ തിരയും വേനലിൽ. രാവുകൾ മയങ്ങിടാൻ മിഴികൾ മറന്നുവോ. ഉടഞ്ഞ ചില്ലിൽ തറഞ്ഞ നിന്റെ ഇളം കൈ വിരൽ തുമ്പുകൾ കൊരുത്തുമെല്ലെ നടന്നു നീങ്ങാൻ കൂടെ വരും ലോകമേ.
ഇറ്റ്സ് ക്വയറ്റ് വിയർഡ്. യെസ് സർ. ഇതുപോലുള്ളൊരു കേസ് ഞാൻ എൻ്റെ കരിയറിൽ ഇതുവരെ കേട്ടിട്ടില്ല. ഐ ടു കുഡന്റ് ബിലീവ് ഇറ്റ്. ഇതെങ്ങനെ സാധിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹൂ ഈസ് ഡോക്ടർ അരവിന്ദ്? ഹീ ഈസ് ദി ഗൈ സർ. ഗുഡ് ജോബ്. താങ്ക് യു സർ. സർ ആ പേഷ്യൻറ്റ് എന്തോ അരവിന്ദ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ദാറ്റ് മാൻ ഈസ് ഡൈയിങ് ഫ്രം ദർ. സിറ്റുവേഷൻ മുന്നേക്കാട്ടും വേഴ്സ് ആയിരിക്കും അരവിന്ദ്. ഇതിന് എനിക്കോ ഈ ഹോസ്പിറ്റലിനോ യാതൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. എനിക്കൊരു എക്സ്പ്ലനേഷൻ കേൾക്കണ്ട. ഇത് നിന്റെ തീരുമാനമായിരുന്നു, നിന്റെ ചോയ്സ് മാത്രം. യു ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദിസ് അരവിന്ദ്. സർ അതങ്ങനെയല്ല. ഫസ്റ്റ് ഡോസ് ഓൾറെഡി സക്സസ് ആയിരുന്നല്ലോ. സെക്കൻഡ് ഡോസിന് ഞാൻ I don't want to hear any explanation. Just get out. സാറല്ലേ സാറേ, എൻ്റെ മോനും പറ്റത്തില്ലെന്ന് പറഞ്ഞ് എന്നിട്ടിപ്പോൾ എന്ത്? ഇതൊരു കള്ളക്ഷണം. എന്തെങ്കിലും കഴിച്ചായിരുന്നു? നീ ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. കള്ളം സത്യം വരടാ. ഗ്യാസ് ആരുടെ വേണ്ടി തുറന്നിട്ടെ? അക്കുന്നിനോട് പറയണ ഞാൻ പറഞ്ഞിട്ട് ഗ്യാസ് വിളിക്കരുത്, മനസ്സിലായില്ലേ? ഞാൻ കഴിച്ചിട്ടില്ല പറഞ്ഞില്ലേ. ഇനി മേലാ നീ ഗ്യാസ് തൊട്ട് നീ അറിഞ്ഞ
നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കാൻ പോയെ? എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ഗ്യാസിലും എടുത്ത എന്താ ചെയ്യാ? സോറി. ഫുഡ് വെച്ചിട്ട് സോറി. സാറിന്ന് വിളിപ്പിച്ച്. അരവിന്ദ്, ഈ പ്രശ്നമൊക്കെ കഴിയുന്നവരെ ഒരാഴ്ച മാറി നിൽക്കുന്നില്ല നല്ലത്? താനെ ഒരാഴ്ച വീട്ടിൽ പോയൊക്കെ നിൽക്കുക. അതിനൊരു ടൈം സ്പെൻഡ് ചെയ്യും. തന്നെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവുകയും ചെയ്യും. സാർ വളച്ചെടുക്കുന്ന കാര്യം പറ. നിന്നെ എനിക്ക് രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നീ എന്താ ഇവിടെ? ഞാനൊന്നിനെ കാണാൻ കാണാൻ വരാം. നിക്ക് നിക്ക്, എൻ്റെ കാര്യം എന്തോ നീ കാണിക്കുന്നേ. അവനെ ചത്തുപോയാലോ? നീ സമ്മതം പറയൂ. എൻ്റെ അനിയൻ എന്ത് ചെയ്യും? അക്കുനെട്ട് എത്ര ഇഷ്ട? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എത്ര? ചേട്ടൻ ഭക്ഷണം പറഞ്ഞേ ഇതല്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഒരു കാര്യം പറയാം. അയ്യോ ഇത്ര ഒന്നും എനിക്ക് ആവശ്യമില്ല.
ചെറിയച്ഛൻ വരും. ആ ചെറിയച്ഛനോട് പോകണം. ഞാൻ പോകുന്ന ചേട്ടനോട് നിങ്ങൾ ഒറ്റയ്ക്കല്ലേ? ഏട്ടനില്ലെങ്കിലും നല്ലോണം പഠിക്കണം. വലിയ ഹലോ, പറയടാ. നീ എന്താ വല്ല അടിച്ചിട്ടുണ്ടോ? പിടിക്കാൻ പറ്റുന്നില്ല. പൊട്ടത്തോല ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇറക്കുന്നത് വേദിക്കുന്നത് Arvind, you're a doctor. You know what to do now. മരുന്നില്ല. പറയണ്ടെന്ന് അറിയത്തില്ല. Can't afford to lose you. എനിക്ക് നീ പറയുന്നൊന്നും മനസ്സിലാവില്ല അരവിന്ദ്. എനിക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ അങ്ങോട്ട് വരട്ടെ? ഒന്നും അറിയില്ല. ഞാൻ അങ്ങോട്ട് വരട്ടെ? ചേച്ചി പേഷ്യൻ്റ് കണക്കില്ലാത്ത ഡോക്ടറെ വിളിക്കേ. സാർ ഇവിടെ ഹെഡ് നഴ്സ് ഉണ്ടോ?
അങ്കിൾ എന്താ ഇവിടെ നിൽക്കണേ? ചേട്ടൻ്റെ എവിടെ? ചേട്ടൻ അകത്ത് വാ. ചേട്ടൻ താഴെ കിടക്കണേ? ചേട്ടൻ താഴെ കിടക്കണേ? ചേട്ടാ 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 എനിക്ക് ചേട്ടാ എനിക്ക് ഞാൻ ചേട്ടയ്ക്ക് വേണ്ടി വരച്ച ഡ്രോയിങ്. ചേട്ടൻ എന്താ എണീക്കാത്ത? ചേട്ടൻ എണീക്കുന്നില്ല.